നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ളതിൽ പാർട്ട് 1 ന്യൂറോൺ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. എന്താണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ? കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രണവും ഏകോപനവും എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. നിയന്ത്രണം എന്താണെന്ന് എല്ലാവർക്കും അറിയാല്ലേ? ഏകോപനം ഉള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Coordination. It is a process by which two or more organs interact and complement the functions of one another. രണ്ടോ അതിലധികമോ ഓർഗൻസ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുകയും അവരുടെ ഫങ്ഷൻസിനെ കോംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോർഡിനേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ രണ്ടോ അതിലധികമോ ഓർഗൻസ് പരസ്പരം അവരുടെ ധർമ്മങ്ങളിൽ സഹകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക? കോർഡിനേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ രണ്ട് പ്രധാന സിസ്റ്റംസ് ആണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷന് വേണ്ടിയിട്ട് ഉള്ളത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് രണ്ട് പ്രധാന സിസ്റ്റംസ് ആണ്. അവയാണ് നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ബ്രെയിൻ, സ്പൈനൽ കോഡ്, ന്യൂറോൺസ് എല്ലാം കൂടി ചേരുന്നതാണ്. നെർവുകളെല്ലാം കൂടി ചേരുന്നതാണ് എന്ത്? നെർവസ് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം എൻഡോക്രൈൻ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോർമോൺസും അവയെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്രന്ഥികളും ഗ്ലാൻഡുകളും ഒക്കെ കൂടി ചേരുന്നതാണ് എന്ത്? എൻഡോക്രൈൻ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂറൽ സിസ്റ്റം, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ന്യൂറോൺസ്. ന്യൂറോൺസ് എന്ന് പറയുന്ന ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ് ന്യൂറൽ സിസ്റ്റം ഉണ്ടാക്കിയേക്കുന്നത്. ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ന്യൂറൽ സിസ്റ്റം. ദേ ക്യാൻ ഡിറ്റക്ട്, റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റ് സ്റ്റിമുലൈ. ഇപ്പൊ ന്യൂറോൺസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ഡിറ്റക്ട്, റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റ് സ്റ്റിമുലൈ. അവർക്ക് സ്റ്റിമുലസുകളെ ഡിറ്റക്ട് ചെയ്യാനും റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ദേ ആർ കോൾഡ് ആസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ന്യൂറൽ സിസ്റ്റം. അവർക്ക് സ്റ്റിമുലസുകളെ ഡിറ്റക്ട് ചെയ്യാനും തിരിച്ചറിയാനും സ്വീകരിക്കാനും അതുപോലെ തന്നെ പ്രക്ഷേപണം ചെയ്യാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നെർവസ് സിസ്റ്റത്തിന്റെ അഥവാ ന്യൂറൽ സിസ്റ്റത്തിന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ അഥവാ അടിസ്ഥാന യൂണിറ്റുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഒരു സിമ്പിൾ ന്യൂറൽ സിസ്റ്റം ആണുള്ളത്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രയിലൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ് ആണ് കാണാൻ സാധിക്കുക. അതായത് കുറെ ന്യൂറോൺസ് ചേർന്ന് ഒരു നെറ്റ്വർക്ക് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുക. അതേസമയം ഇൻസെക്ട് പോലുള്ള കുറച്ചുകൂടി ബെറ്റർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സിൽ ബ്രെയിൻ, ഗാംഗ്ലിയ, ന്യൂറൽ ടിഷ്യൂസ് എല്ലാം കൂടി ചേർന്ന് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു ന്യൂറൽ സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം വെർട്ടിബ്രേറ്റ്സ് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനിസംസ് ആണ്. അവരിൽ നമുക്ക് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂറൽ സിസ്റ്റം കാണാൻ സാധിക്കും. Coming to the structure and types of neurons. അപ്പോൾ നമുക്ക് ആദ്യം ന്യൂറോണിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. ന്യൂറോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ന്യൂറൽ സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിൽ ഓൾമോസ്റ്റ് 10 ബില്യൺ ന്യൂറോൺസ് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. Coming to the structure of neurons, പ്രധാനമായും ഒരു ന്യൂറോണിന് 3 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് പാർട്ട് സെൽ ബോഡി, സെക്കൻഡ് ഡെൻഡ്രൈറ്റ്സ്, തേർഡ് ആക്സോൺ. അപ്പോൾ അതിൽ സെൽ ബോഡി എന്നുള്ളത് ഈ ഡയഗ്രത്തിൽ നോക്കൂ, ഈ ഭാഗത്തായിട്ടാണ് സെൽ ബോഡി വരിക. അതായത് സാധാരണ ഒരു സെല്ല് പോലെ തന്നെ ഒരു ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും അതർ സെൽ മൈറ്റോകോൺട്രിയ പോലുള്ള മറ്റ് സെൽ ഓർഗനൽസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് സെൽ ബോഡി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സൈറ്റോൺ ഓർ സോമ. ഇതിനെ നമ്മൾ സൈറ്റോൺ അഥവാ സോമ എന്നും കൂടി പറയും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ്. സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും അതർ സെൽ ഓർഗനൽസും കാണാൻ സാധിക്കും. Cytoplasm contains granular bodies called Nissls granules, which are absent in axon. ഇതില് സെൽ ബോഡിയിലും ഡെൻഡ്രൈറ്റിലും നമുക്ക് അതിലെ സൈറ്റോപ്ലാസത്തില് നിസിൽസ് ഗ്രാനുൾസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഗ്രാനുലാർ ബോഡീസ് കാണാൻ സാധിക്കും. അത് ആക്സോണിൽ ആബ്സെന്റ് ആണ്. ഓക്കെ,
അടുത്തത് ഈ ന്യൂറോണിൽ നോക്കിയ സൈറ്റോപ്ലാസത്തിൽ വി ക്യാൻ സി നിസിൽസ് ഗ്രാനുൾസ് അഥവാ നിസിൽ ബോഡീസ് അഥവാ നിസിൽ സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് ഒരേ സംഭവത്തിന് തന്നെയാണ് കേട്ടോ. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ്സ് ആർ ദ ഷോർട്ട് ഫൈബേഴ്സ് ദാറ്റ് ബ്രാഞ്ച് റിപ്പീറ്റഡ്ലി ആൻഡ് പ്രൊജക്ട് ഔട്ട് ഓഫ് ദി സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് പ്രൊജക്ട് ഔട്ട് ചെയ്യുന്ന ഷോർട്ട് ഫൈബേഴ്സിനെ അത് ഹൈലി ബ്രാഞ്ച്ഡും ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റ്സിലും എന്തുണ്ട്, നിസിൽസ് ഗ്രാനുൾസ് കാണുന്നുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് നിസിൽ ഗ്രാനുൾസ്. നിസിൽ ഗ്രാനുൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് RER ആൻഡ് പ്രീ റൈബോസോംസ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും പ്രീ റൈബോസോംസും ചേർന്നാണ് നിസിൽസ് ഗ്രാനുൾസ് ഫോം ചെയ്തേക്കുന്നത്. സെൽ ബോഡിയിലും ഡെൻഡ്രൈറ്റ്സിലും കാണുന്ന നിസിൽ ഗ്രാനുൾസ് എന്തൊക്കെ ചേർന്നുണ്ടായേക്കുന്നതാണ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും പ്രീ റൈബോസോംസും ചേർന്ന് ഉണ്ടായേക്കുന്നതാണ്. ഡെൻഡ്രൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടുവേർഡ്സ് ദ സെൽ ബോഡി. സെൽ ബോഡിക്കുള്ളിലേക്ക് ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ആരുടെ ഫംഗ്ഷൻ, ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ. കമ്മിങ് ടു ദി ആക്സോൺ, ലോങ് ഫൈബേഴ്സ് പ്രൊജക്ടിങ് ഔട്ട് ഓഫ് ദി സെൽ ബോഡി വിച്ച് ബ്രാഞ്ച്ഡ് അറ്റ് ഡിസ്റ്റൽ എൻഡ്. അപ്പോൾ ഡിസ്റ്റൽ എൻഡിൽ ബ്രാഞ്ച് ചെയ്തുകൊണ്ടുള്ള ലോങ് ഫൈബേഴ്സിന് സെൽ ബോഡിയിൽ നിന്ന് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ സെൽ ബോഡിയിൽ നിന്ന് പ്രൊജക്ട് ഔട്ട് ചെയ്തേക്കുന്ന ലോങ് ഫൈബേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്സോൺ എന്ന് പറയുക. അതിന്റെ ഡിസ്റ്റൽ എൻഡിൽ അത് ബ്രാഞ്ച്ഡ് ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ബ്രാഞ്ചസിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്സോണൈറ്റ്സ്. എന്താണ് പറയുക, ആക്സോണൈറ്റ്സ്. And these axons terminate as bulb-like structures called synaptic knob. Synaptic knob എന്ന് പറയുന്ന bulb-like structures ആയിട്ട് ഈ ആക്സോണൈറ്റ്സ് എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ bulb-like സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സൈനാപ്റ്റിക് നോബ്. ഈ സൈനാപ്റ്റിക് നോബിനുള്ളിൽ സൈനാപ്റ്റിക് വെസിക്കിൾസ് കാണാൻ സാധിക്കും. ഈ സൈനാപ്റ്റിക് വെസിക്കിൾസിനുള്ളിൽ there are certain chemicals which are known as neurotransmitters. സൈനാപ്റ്റിക് വെസിക്കിളിനുള്ളിൽ ചില കെമിക്കൽസ് ഉണ്ട്, അതിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് പറയുക. എക്സാമ്പിൾ ഡോപ്പമൈൻ, അസറ്റൈൽ കൊളൈൻ എക്സെട്ര. ഓക്കെ, ഡോപ്പമൈൻ, അസറ്റൈൽ കൊളൈൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെ കാണും, സൈനാപ്റ്റിക് വെസിക്കിളിനുള്ളിൽ കാണാൻ സാധിക്കും. ഈ ആക്സോണിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് എവേ ഫ്രം ദി സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഇമ്പൾസുകളെ കൊണ്ടുപോകുന്ന ഫംഗ്ഷനാണ് ആർക്കുള്ളത്, ആക്സോണിന് ഉള്ളത്. നോക്കുക, നെർവ് ഫൈബർ, ന്യൂറോണും നെർവ് ഫൈബറും സെയിം ആണ്, ഇല്ല കേട്ടോ. ന്യൂറോൺ എന്ന് പറയുന്നത് നമുക്കറിയാം നെർവസ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. നമ്മളിപ്പോ സ്ട്രക്ചർ കണ്ടു അല്ലേ. അതേസമയം നെർവ് ഫൈബർ എന്ന് പറയുന്നത് ന്യൂറോണിന്റെ ഒരു പാർട്ടാണ്. ആക്സോൺ ഓർ ഡെൻഡ്രൈറ്റ് കവേർഡ് ബൈ 1 or 2 ഷീത്ത്. ന്യൂറോണിന്റെ ആക്സോണോ ഡെൻഡ്രൈറ്റോ ഒന്നോ രണ്ടോ ഷീത്തുകൾ കൊണ്ട് കവർ ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, നെർവ് ഫൈബർ എന്ന് പറയുക. 2 ലെയേഴ്സ് ആണ് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തേത് ന്യൂറിലെമ്മ ലെയറും രണ്ടാമത്തേത് മൈലിൻ ഷീത്തുമാണ്. ന്യൂറിലെമ്മ ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെംബ്രെയിൻ സറൗണ്ടിങ് ദി നെർവ് ഫൈബർ. നെർവ് ഫൈബറിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന ലെയറിനെയാണ് ന്യൂറിലെമ്മ ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ് കോൾഡ് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ് എന്ന് പറയുന്ന സിംഗിൾ ലെയർ ഓഫ് സെൽസ് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ന്യൂറിലെമ്മ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. And it is continuous around the entire nerve fiber. നെർവ് ഫൈബറിനെ മുഴുവനായിട്ടും കവർ ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ത് കാണുക, ന്യൂറിലെമ്മ ലെയർ കാണുക. അതേസമയം മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ചില ന്യൂറോൺസിൽ, ഇൻ സം ന്യൂറോൺസ് ദ ഷ്വാൻ സെൽസ് പ്രൊഡ്യൂസ് എ സെക്കൻഡറി ലെയർ. ഷ്വാൻ സെൽസ് ന്യൂറിലെമ്മ ലെയർ കൂടാണ്ട് അതിനുള്ളിലേക്ക് ഒരു സെക്കൻഡറി ലെയറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. പ്രത്യേകത എന്താണെന്നറിയോ, ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്, അത് കണ്ടിന്യൂസ് അല്ല. സീൻ ഇന്ററപ്റ്റഡ് അറ്റ് നോഡ്സ് ഓഫ് റാൻവിയർ. അതായത് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ഈ മൈലിൻ ഷീത്ത് ഇന്ററപ്റ്റഡ് ആണ്. അതിനെ നമ്മൾ ആ ഭാഗങ്ങളെ പറയുന്ന പേരാണ് നോഡ്സ് ഓഫ് റാൻവിയർ. ഇറ്റ് ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് മൈലിൻ ഷീത്ത്. 2 അടുത്തടുത്തുള്ള മൈലിൻ ഷീത്തുകൾക്കിടയിൽ കാണുന്ന സ്പേസിനെയാണ് അല്ലെങ്കിൽ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, നോഡ്സ് ഓഫ് റാൻവിയർ എന്ന് പറയുക. അതായത് ഈ ഡയഗ്രാം ഒന്ന് നോക്കിക്കേ, ഇതാണ് നെർവ് ഫൈബർ. നെർവ് ഫൈബറിന് ചുറ്റും ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽ കാണുന്നത്, ഇതിനാണ് ന്യൂറിലെമ്മ ലെയർ എന്ന് പറയുന്നത്. ഈ ലെയറിനുള്ളിലേക്ക് ഈ ന്യൂറിലെമ്മ ലെയർ എന്ന് പറയുന്നത് ഷ്വാൻ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷ്വാൻ സെല്ലിന്റെ ന്യൂക്ലിയസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനുള്ളിലേക്ക് ഒരു ലെയർ, അഡീഷണൽ ലെയർ ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഈ മൈലിൻ ഷീത്ത് ഇടയ്ക്കിടയ്ക്ക് ഇന്ററപ്റ്റഡ് ആയിട്ടാണ് കാണുക.
ഇതിനെ നമ്മൾ നോഡ് ഓഫ് റാൻവിയർ എന്നാണ് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആക്സോണിനെ ചുറ്റി ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ലിന്റെ ലെയർ ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെല്ലിനെ പറയുന്ന പേരാണ് ഷ്വാൻ സെല്ല്. ആ ഷ്വാൻ സെല്ല് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ലെയർ ആണ് ഫോം ചെയ്യുക. അതിനെ നമ്മൾ ന്യൂറലെമ്മ ലെയർ എന്നാ പറയുക. പക്ഷെ ചില ന്യൂറോൺസിന്റെ ആക്സോണുകളിൽ എന്ത് സംഭവിക്കും? ന്യൂറലെമ്മ ലെയറിന് ഉള്ളിലേക്ക് ഈ ഷ്വാൻ സെല്ല് ഒരു സെക്കൻഡറി തിക്കനിങ് അല്ലെങ്കിൽ സെക്കൻഡറി ലെയർ ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് എന്ത്? മൈലിൻ ഷീത്ത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇന്ററപ്റ്റഡ് ആയിട്ടാണ് കാണുക. ആ ഗ്യാപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് നോഡ്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. മറന്നു പോരുത് കേട്ടോ. Then coming to the types of neurons. Based on the number of axon and dendrites, neurons are classified into three types ആയിട്ടാണ് നമ്മൾ ന്യൂറോൺസിനെ തരംതിരിച്ചിരിക്കുന്നത്. എന്തിന്റെ ബേസിസിൽ? നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്സ്. എത്ര ആക്സോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റുകൾ ഉണ്ട് എന്നുള്ള ആക്സോണുകളുടെയും ഡെൻഡ്രൈറ്റുകളുടെ എണ്ണം അനുസരിച്ച് നമ്മൾ ന്യൂറോണുകളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ യൂണിപോളാർ ന്യൂറോൺസ്. യൂണിപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ആക്സോൺ, ഓൺലി വൺ ആക്സോൺ, നോ ഡെൻഡ്രൈറ്റ്സ്. ഒരേ ഒരു ആക്സോൺ മാത്രം സെൽ ബോഡി. ഇതേ ഇവിടെ നോക്കിക്കേ, സെൽ ബോഡിയിൽ നിന്ന് ഒരു ഡെൻഡ്രൈറ്റ് പോലില്ല, ഒരേ ഒരു ആക്സോൺ മാത്രമാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ന്യൂറോൺസിനാണ് നമ്മൾ യൂണിപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഫോംഡ് ഇൻ എംബ്രിയോണിക് സ്റ്റേജ്. ഭ്രൂണാവസ്ഥയിൽ എംബ്രിയോണിക് സ്റ്റേജിലാണ് നമുക്ക് യൂണിപോളാർ ന്യൂറോൺസിനെ കാണാൻ സാധിക്കുക. ബൈപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആക്സോൺ ആൻഡ് വൺ ഡെൻഡ്രൈറ്റ്. സെൽ ബോഡിയിൽ നിന്ന് ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും റൈസ് ചെയ്യുന്ന തരം ന്യൂറോണുകളെയാണ് നമ്മൾ ബൈപോളാർ ന്യൂറോൺസ് പറയുക. ദീസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ റെറ്റിന ഓഫ് ഐ. കണ്ണിന്റെ റെറ്റിനയിലാണ് ഇതിനെ നമുക്ക് സാധാരണ കാണാൻ സാധിക്കുക. ഇനി അടുത്തത് മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപോളാർ ന്യൂറോൺസ് ഹാവ് ഓൺലി വൺ ആക്സോൺ ആൻഡ് ടു ഓർ മോർ ഡെൻഡ്രൈറ്റ്സ്. ഒരു ആക്സോണും കാണും, രണ്ടോ അതിലധികമോ ഡെൻഡ്രൈറ്റുകളും ചേരുന്നതാണ് എന്ത്? മൾട്ടിപോളാർ ന്യൂറോൺസ്. ദീസ് ആർ ഫൗണ്ട് ഇൻ സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിലാണ് ഇത് കാണാൻ സാധിക്കുക. ഇനി നമ്മൾ ഈ മൈലിൻ ഷീത്തിന്റെ കേസ് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ മൈലിൻ ഷീത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ആക്സോണുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നെർവ് ഫൈബറുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മൈലിനേറ്റഡ് നെർവ് ഫൈബർ എന്നും നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബർ എന്നും. പേര് പോലെ തന്നെ മൈലിൻ ഷീത്ത് പ്രസന്റ് ആണെങ്കിൽ, ന്യൂറിലെമ്മ ലെയർ കൂടാണ്ട് ഇതിന്റെ നെർവ് ഫൈബറിൽ ഒരു മൈലിൻ ഷീത്ത് പ്രസന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മൈലിനേറ്റഡ് നെർവ് ഫൈബർ എന്ന് പറയും. ദീസ് ആർ ഫൗണ്ട് യൂഷ്വലി ഇൻ ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലും ക്രേനിയൽ നെർവ്സിലുമാണ് ഇത് സാധാരണ കാണാനായിട്ട് സാധിക്കുക. നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് അല്ലെങ്കിൽ ആക്സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈലിൻ ഷീത്ത് ഈസ് ആബ്സെന്റ് ആണ്. Then found in autonomous and somatic nervous system. Autonomous and somatic nervous system കുറിച്ച് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ മൈലിൻ ഷീത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച് ആക്സോണുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? മൈലിനേറ്റഡ് ആൻഡ് നോൺ മൈലിനേറ്റഡ്. മൈലിനേറ്റഡ് എന്ന് പറയുമ്പോൾ മൈലിൻ ഷീത്ത് ന്യൂറിലെമ്മ ലെയറിന് ഉള്ളിലായിട്ട് കാണാൻ സാധിക്കും. ക്രേനിയൽ നെർവ്സിലും സ്പൈനൽ കോഡിലുമാണ് കാണാൻ സാധിക്കുക. നോൺ മൈലിനേറ്റഡ് എന്ന് പറയുമ്പോൾ മൈലിൻ ഷീത്ത് ആബ്സെന്റ് ആണ്. ഓട്ടോണോമസ് ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിലാണ് അത് കാണാൻ സാധിക്കുക. Then coming to the PYQs and MCQs. നമുക്ക് നീറ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് അഡീഷണൽ MCQs ഉണ്ട്. അപ്പോൾ without any delay, let's move on to the questions. First question, missile bodies are composed of. Missile bodies എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? Option A, proteins and lipids. Option B, nucleic acids and SCR. Option C, DNA and RNA. Option D, free ribosomes and RER. ഏതാണ് ആൻസർ? Option D, free ribosomes and RER എന്നുള്ളതാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി, സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൈലിൻ ഷീത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ഓപ്ഷൻ എ, ആസ്ട്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ്. ഓപ്ഷൻ ബി, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ്. ഓപ്ഷൻ സി, ഓസ്റ്റിയോക്ലാസ്റ്റ് ആൻഡ് ആസ്ട്രോസൈറ്റ്സ്. ഓപ്ഷൻ ഡി, ഷ്വാൻ സെൽസ് ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇതിന് ആൻസർ ഷ്വാൻ സെൽസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. രണ്ട് സ്ഥലത്ത് ഓപ്ഷൻ ഷ്വാൻ സെൽസ് വന്നിട്ടുണ്ട്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഷ്വാൻ സെൽസ് ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഡെൻഡ്രോണിൽ കാണപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റ്സിൽ കാണപ്പെടുന്നതാണ്. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ന്യൂറോൺ സെൽസ് ആണ്. അപ്പോൾ ഡെൻഡ്രൈറ്റിന്റെ നെയിമുമായിട്ട് ചേർത്ത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത് ന്യൂറോണിൽ തന്നെ കാണുന്ന സ്പെഷ്യൽ സെൽസ് ആണ്. നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ കാണുന്ന സ്പെഷ്യൽ സെൽസ് ആണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം അറിയാമല്ലോ. ഓപ്ഷൻ എ, ഡെൻഡ്രൈറ്റ്. ഓപ്ഷൻ ബി, ആക്സോൺ. ഓപ്ഷൻ സി, സിനാപ്സ്. ഓപ്ഷൻ ഡി, ന്യൂറോൺ. ഏതാണ് ആൻസർ?
ഓപ്ഷൻ ഡി ന്യൂറോൺ ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടിപോളാർ ന്യൂറോൺസ് ആർ പ്രസന്റ് ഇൻ എവിടെയാണ്? ഓപ്ഷൻ എ സെറിബ്രൽ കോർട്ടെക്സ്, ഓപ്ഷൻ ബി റെറ്റിന ഓഫ് ഐ, ഓപ്ഷൻ സി എംബ്രിയോണിക് സ്റ്റേജ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ സെറിബ്രൽ കോർട്ടെക്സ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is correct for nodes of Ranvier of nerve? നെർവിന്റെ നോട്ട്സ് ഓഫ് റാൻവിയറിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. Neural lemma is discontinuous, myelin sheath is discontinuous, both neural lemma and myelin sheath are discontinuous. Option D covered by myelin sheath. ഏതാണ് വരിക? ഓപ്ഷൻ ബി myelin sheath is discontinuous. നോട്ട്സ് ഓഫ് റാൻവിയറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, which of the following contain neurotransmitters? ഏതിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്? ഏതിലാണ്? ഓപ്ഷൻ ഡി സൈനാപ്റ്റിക് വെസിക്കിൾസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which part of neuron terminate into bulb-like structure? ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കുക. which part of neuron terminate into bulb-like structure? ഓപ്ഷൻ എ synaptic knob, ഓപ്ഷൻ ബി cell body, ഓപ്ഷൻ സി dendrite, ഓപ്ഷൻ ഡി axon. ഓപ്ഷൻ ഡി ആക്സോൺ ആണ് കറക്റ്റ് ആൻസർ. സൈനാപ്റ്റിക് നോബ് എന്ന് കണ്ടോട്ട് ചാടിക്കറി എഴുതരുത്. ആ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് സൈനാപ്റ്റിക് നോബ്. ഏത് പാർട്ടാണ് സൈനാപ്റ്റിക് നോബായിട്ട് മാറിയിരിക്കുന്നത്? ആക്സോൺ ആണ് കേട്ടോ. ആൻസർ തെറ്റിപ്പോരുത്. ഓപ്ഷൻ ഡി സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് ന്യൂറോൺ പ്രസന്റ് ഇൻ എംബ്രിയോണിക് സ്റ്റേജ് ഈസ്. എംബ്രിയോണിക് സ്റ്റേജിൽ കാണുന്ന ന്യൂറോൺ ഏതാണ്? ഓപ്ഷൻ എ മൾട്ടിപോളാർ, ഓപ്ഷൻ ബി എ പോളാർ, ഓപ്ഷൻ സി ബൈപോളാർ ആൻഡ് ഓപ്ഷൻ ഡി യൂണിപോളാർ. ഏതാണ് ആൻസർ? Unipolar neurons are. And that's all for today's class. Thank you.